ഹൈന്ദവ വിശ്വാസപ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. പല ദേവീക്ഷേത്രങ്ങളിലും പൊങ്കാല ഉത്സവം നടത്തിവരുന്നുണ്ടെങ്കിലും ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നത് ആറ്റുകാൽ പൊങ്കാലയാണ്. അനേക ലക്ഷം സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല നൈവേദ്യ സമർപ്പണം ഒരു അപൂർവ ദൃശ്യം കൂടിയാണ്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച് 10 ദിവസമാണ് ഉത്സവം. ഇതിലേറ്റവും പ്രാധാന്യം പൊങ്കാല ദിവസം തന്നെ. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തിന് പുറമെ 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഭക്തർ പൊങ്കാല ഇടുന്നത്. മഹിഷാസുരമർദ്ദിനിയായ ദുർഗയുടെ തൽസ്വരൂപമാണ് ഭക്തർക്ക് ആറ്റുകാൽ ഭഗവതി. കലിയുഗത്തിൽ ദുഷ്ടനിഗ്രഹത്തിനുള്ള അവതാരമായും ഭഗവതിയെ ഭക്തർ കണ്ടുവണങ്ങുന്നു. കോപിഷ്ഠയായ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിനായാണ് പൊങ്കാല അർപ്പിക്കുന്നതെന്ന വിശ്വാസവും ശക്തമാണ്. പൊങ്കാലയ്ക്ക് പുതിയ മൺകലവും പച്ചരിയും ശർക്കരയും നെയ്യും നാളികേരവും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അംശങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം പ്രതീകാത്മകമായ ഒന്നാണ്. പൊങ്കാലയോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകളാണ് താലപ്പൊലിയും കുത്തിയോട്ടവും. കുത്തിയോട്ടത്തിന് 13 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളാണ് പങ്കെടുക്കുന്നത്. മഹിഷാസുരനെ വധിച്ച യുദ്ധത്തിൽ ദേവിക്കൊപ്പമുണ്ടായിരുന്ന മുറിവേറ്റ ഭടന്മാരാണ് കുത്തിയോട്ടക്കാർ. 7 ദിവസത്തെ വ്രതമാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നവർ എടുക്കേണ്ടത്. വ്രതം തുടങ്ങുന്നത് മുതൽ ഇവർ ക്ഷേത്രത്തിലാണ് കഴിയുന്നത്. ഉപദേവതകളായി ശിവൻ, ഗണപതി, നാഗദൈവങ്ങൾ, മാടൻ തമ്പുരാൻ എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട്.